എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Pentacles, Temperance, Eight of Pentacles, Five of Swords, Page of Swords, Queen of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 ഓഫ് സോഡ്സ് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് പണം ചിലവാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും പണം, അതായത് ഷോപ്പിംഗ് വളരെ കൂടുതലായിരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ പരമാവധി ഷോപ്പിങ്ങിന് പോകുന്നത് തന്നെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം പോയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഒന്നും വാങ്ങിക്കേണ്ടാത്തതാണെങ്കിൽ പോലും വാങ്ങിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നമ്മൾ പറയില്ല, കൈ ധരിക്കും അത് വാങ്ങിക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഷോപ്പിങ്ങിനൊന്നും പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ ഷോപ്പിങ്ങിന് അധികം പോവാതിരിക്കുക എന്നുള്ളത്. ഇവൻ സൂപ്പർ മാർക്കറ്റുകളിൽ പോകണമെങ്കിൽ പോലും പരമാവധി അത് മറ്റാരെങ്കിലും ഫാമിലിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. അതുപോലെ ചിലവാക്കുന്ന സമയമാണ്. അതല്ല എങ്കിൽ നിങ്ങൾ അത്രയും കൺട്രോളിൽ വേണം പോകാൻ. ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിലുള്ളത് മാത്രമേ മേടിക്കൂ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം പോവുക. അങ്ങനെ ഒരു ശീലം, അങ്ങനെ ഒരു രീതിയിലേക്ക് പോവുക. കാരണം ഈ ഒരു മാസം അധിക ചിലവ്, ഷോപ്പിംഗ് വഴി ചിലവ് വരുത്തി വെക്കാൻ സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പല കാര്യങ്ങളിലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ഭയമാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഭയമായിരിക്കാം. അതായത് ഇത് എങ്ങനെ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് ഭാവിയെക്കുറിച്ചിട്ട്. ഭാവി, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള, സാമ്പത്തികമായിട്ട് ഭാവി എന്താവും, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ, ഈ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ മാറാൻ സേക്രൽ ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. അത് ബാലൻസ്, ചക്ര ബാലൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ സ്പിരിച്വൽ മായ 111 മായ സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്റ്റിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നോക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മാസം എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ വഴക്കിടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ പരമാവധി നിങ്ങളതിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും പരമാവധി നല്ലത്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം വളരെ ആലോചിച്ചിട്ട് മാത്രം മറുപടി കൊടുക്കുക. കൂടുതൽ ആ ഒരു വഴക്കോ കാര്യങ്ങളോ ദീർഘിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ അടുപ്പമുള്ള ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി മറ്റാളുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്തോ മറ്റാരുടെ അടുത്തെങ്കിലും പറയുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അതൊരു രീതിയിലേക്ക് കൊണ്ടുപോകാതെ സംയമനത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് വഴക്കോ ദേഷ്യത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ എന്താണ് സത്യാവസ്ഥ മനസ്സിലാക്കുക, ആര് പറഞ്ഞു, എങ്ങനെ, എവിടെ, എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റാളുകളോ മറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോ നിങ്ങളുടെ
ആ ഒരു ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകാം. നിങ്ങളെ തമ്മിൽ വഴക്കടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചുറ്റുപാടും വീക്ഷിക്കുക. നിങ്ങളുടെ ചുറ്റും എല്ലാവരും സുഹൃത്തുക്കളൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നന്നായിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങളുടെ സുഹൃത്തല്ല എന്നുള്ളത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നല്ലത് എന്നുള്ളത് കൂടി പറയുന്നു. നെക്സ്റ്റ് വന്നിട്ട് ടെമ്പറൻസ് എനർജിയാണ്, അതുപോലെ തന്നെ പേജ് ഓഫ് സോട്സ് എനർജി. അപ്പോൾ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. ജീവിതം എപ്പോഴും ഏത് നേരവും സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും സന്തോഷമായിരിക്കില്ല. അപ്പോൾ ചെറിയ കൊച്ചു കൊച്ചു സങ്കടങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദിസ് ടു ഷാൽ പാസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇതും കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഇപ്പോഴത്തെ ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാളെ നല്ലൊരു ദിവസമായിരിക്കും. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയിട്ട് ജീവിതത്തെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുള്ളൊരു മാസമല്ലെങ്കിലും ഈ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ചധികം ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യും എന്ന് പറയുന്ന പോലെ കുറച്ചധികം ക്ഷമ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഒരേ സമയം തന്നെ പറയാം, ഓവറാക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പറയാം, ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ചില ബന്ധങ്ങളിൽ ക്ഷമിക്കുന്നുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങൾ ബന്ധങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അമിതമായിട്ട് നിങ്ങളുടെ ഊർജ്ജം ചിലവാക്കുന്നുണ്ട് അത് നിലനിർത്താൻ. പക്ഷേ നിങ്ങൾ ആരമായിട്ടാണോ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നത് അവർക്ക് ഇതിൽ വലിയ താല്പര്യം അല്ലെങ്കിൽ അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അനിവാര്യമായിട്ടാണ്. എന്നും എക്കാലത്തും നിങ്ങൾ തന്നെ ത്യാഗം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷമിക്കണം എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ അവിടെ അങ്ങനെ കൊണ്ടുപോകാതിരിക്കുക. കാരണം ഇന്ന് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു കാര്യം ചെയ്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. എപ്പോഴും ഒരാൾ തന്നെ ക്ഷമിക്കുന്നത് അതൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതായത് അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എപ്പോഴും ക്ഷമിച്ച് നിൽക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതല്ല, സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ എന്നും എക്കാലവും ഒരാൾ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യവും സിറ്റുവേഷൻസും ഒക്കെ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് പോവാം. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ബിസിനസ് സംബന്ധമായിട്ട് എടുക്കുന്നുണ്ട്. ചില ആളുകൾ ജോലി രാജിവെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തലത്തിലേക്ക് ബിസിനസ് നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ന്യൂ ഇൻഫർമേഷൻസ്, പുതിയ കോഴ്സസ്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പുസ്തകങ്ങൾ വായിച്ചിരുന്ന ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ വായന കുറവായിട്ടുള്ളവർ പുസ്തക വായനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ജ്ഞാനം നേടുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പുതിയ കോഴ്സസും കാര്യങ്ങളും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ പുതിയ വീട്ടമ്മമാരെ സംബന്ധിച്ച് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ തൊഴിലുകളൊക്കെ പഠിക്കുന്നുണ്ട്. അതിലൂടെ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സോ ജീവിതം സോൾ പർപ്പസ് നിങ്ങളുടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. പ്രയത്നത്തിലൂടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ചില ആളുകൾ എന്തൊക്കെയോ തുടങ്ങിയിട്ടുണ്ടാവാം ഓൾറെഡി, പക്ഷേ അത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പ്രയത്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്പിറേഷനൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞ് വരികയാണ്. കാരണം നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാത്തത് കൊണ്ട് എന്നുള്ള രീതിയിലുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. സ്വയം മോട്ടിവേഷൻ കണ്ടെത്തുക. കാരണം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വെച്ച് ഇത് നിർത്തുക ആണ് എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവില്ല. നിങ്ങൾ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ടേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഒന്ന് കുറച്ച് സ്ലോ ആണ് എന്ന് മാത്രം. ഇത് പച്ച പിടിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. ഇവിടെ ക്യൂൻ ഓഫ് ഫോൺസ് എനർജി പറയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവുകളും മനസ്സിലാക്കുന്നു ആളുകൾ. നിങ്ങളുടെ കഴിവുകൾ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. അപ്പോൾ സാംസ്കാരിക കായിക രംഗത്തൊക്കെ കഴിവുള്ളവർ
അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞുപോയ കാലത്തിലുള്ള തോൽവികൾ ആണ് നിങ്ങളുടെ ജീവിതം എന്ന് വിചാരിക്കാതിരിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയ കാലമാണ്, പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത് മനസ്സിലാക്കുക. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.